നമ്മൾക്ക് കറിവേപ്പിൻ്റെ തണ്ടുമെന്ന് കിട്ടിയ ഇതുപോലുള്ള ഒരു കുഞ്ഞു പുഴു വിരിഞ്ഞ് ഇറങ്ങിയതാണ് ആ ചിത്രശലഭം. നമ്മൾ കുറേ വേപ്പുണ്ട് വീട്ടിൽ പറമ്പിൽ തന്നെ. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് കറിവേപ്പില കറിക്കുള്ളത് നമ്മൾ പൊട്ടിക്കാറ്. ഒരു ദിവസം ഇതുപോലെ പൊട്ടിച്ചപ്പോൾ അതുമ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞു പുഴു ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ സേഫായിട്ട് ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കി വെച്ചു. അതിൻ്റെ മൂടിയിൽ എയർ ഹോളുള്ളതായിരുന്നു, കാരണം ഇതിനെ ശ്വസിക്കണമല്ലോ. പിന്നെ ഇതിനെ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഇലമ തന്നെ ഇരുത്താഞ്ഞത് വേറെ കിളികളൊക്കെ ഇതിനെ ഭക്ഷിക്കുമല്ലോ. അപ്പോൾ സേഫായിട്ട് നമുക്ക് വിരിയിച്ച് വിടാലോ വിചാരിച്ചിട്ടാണ് നമ്മളതിനകത്തേക്ക് എടുത്തുകൊള്ളുന്നത്. പിന്നെ ദിവസവും രാവിലെ ആകുമ്പോൾ ഈ പാത്രം തുറന്ന് നോക്കിയിട്ട് ക്ലീൻ ചെയ്യാനുണ്ടാവും നമ്മൾക്ക്. അതിൻ്റെ കാഷ്ടമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പുതിയൊരു തണ്ടും കറിവേപ്പിലയുടെ കൂടി വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇലയൊക്കെ തിന്ന് ഈ കാറ്റർപില്ലറിൻ്റെ പരുവായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആൾ സമാധിയിലായി, പ്യൂപ്പ ഫോമിലേക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ടോ, ഇങ്ങനെയായിട്ട് പ്യൂപ്പ ഫോമിലായി ആൾ. പിന്നെ അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം, ഒരു 4-5 ദിവസത്തിന് ശേഷം ഒരു കുഞ്ഞു ചിത്രശലഭമായിട്ട് ആൾ വിരിഞ്ഞ് പുറത്തിറങ്ങി. പക്ഷേ ഉണ്ടായൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർ പ്യൂപ്പ ഫോമിലിരിക്കുമ്പോൾ ഇവർ തന്നെ ഒരു ലിക്വിഡ് ഇവർ പുറത്ത് കളയുന്നുണ്ട്. അത് നമ്മൾ ഒരിക്കൽ ക്ലീൻ ചെയ്തായിരുന്നു, എന്നിട്ട് പുതിയ പാത്രം വെച്ച് കൊടുത്തു. പക്ഷേ വീണ്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന് ലിക്വിഡ് വന്നു. അത് നമ്മൾ കാണാൻ വൈകി. അപ്പോൾ അതിൻ്റെ ചിറക് അതിൽ ഒട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആളെ പിന്നെ നമ്മൾ സേഫായിട്ട് ഒരു ഫ്ലവറിൽ കൊണ്ടുവച്ചു. പിന്നെ രാവിലെ പോകാനുള്ള തിരക്കിൽ അധികം നേരം അതിനെ നോക്കി നിൽക്കാൻ പറ്റിയില്ല. ആൾ രക്ഷപ്പെട്ട് പോയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു.